ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാത്രി 8 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 72.77% പോളിംഗ് രേഖപ്പെടുത്തി. 1,50,577 പേർ വോട്ട് രേഖപ്പെടുത്തി. പാഞ്ഞാൽ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 75.06%. ഏറ്റവും കുറവ് പോളിംഗ് തിരുവില്ലാമല മണ്ഡലത്തിലായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ 77.40 പോളിംഗ് ശതമാനം. ചേലക്കരയിൽ നിന്ന് ഭരിത പ്രതാപ് ചേരുന്നു. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള വിധിയെഴുത്തിന്റെ നിശ്ചിത സമയം അവസാനിപ്പിച്ചപ്പോൾ നമുക്ക് ലഭിച്ച അവസാന വിവരങ്ങൾ നോക്കുമ്പോൾ 72.77% വോട്ടുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. രാത്രി 8 വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഈ കണക്ക് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ മറ്റ് വീട്ടിൽ വോട്ടുകൾ ചെയ്തവരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സർവീസ് വോട്ടുകളും തപാൽ വോട്ടുകളുടെയും എല്ലാം കണക്കുകൾ കൂടി ചേർന്നാൽ മാത്രമേ കൃത്യമായ പോളിംഗ് ശതമാനം അന്തിമമായുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ചേലക്കര മണ്ഡലത്തിൽ വോട്ടിംഗ് സമയം അവസാനിച്ചിട്ട് വരെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ചുരുക്കം ബൂത്തുകളിൽ രാവിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ തകരാർ പരിഹരിച്ച് തുടർ നടപടികൾ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പോളിംഗ് നടന്നു വരുന്ന സാഹചര്യം തന്നെയാണ് അവിടെയും കാണാനായത്. മണ്ഡലത്തിലാകെ 2,13,103 വോട്ടർമാരുള്ളതിൽ 1,50,577 പേരാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയത്. ഇതിൽ 72,000-ഓളം പുരുഷ വോട്ടുകളും 82,000-ഓളം സ്ത്രീ വോട്ടുകളുമാണ് ഉണ്ടായത്. ഒരു ട്രാൻസ്ജെൻഡർ വോട്ടറും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.40% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2016 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന പോളിംഗും രേഖപ്പെടുത്തിയത്. മൊത്തത്തിൽ കൃത്യമായ ഒരു കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ മാസം 23 വോട്ടെണ്ണൽ നടക്കാനിരിക്കുന്നത്. ഭരിത പ്രതാപാണ് വിവരങ്ങൾ നൽകിയത്.